ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇത്തിരി ക്ലേ കൊണ്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐഡിയാണ് ചെയ്യണത്. ഫസ്റ്റ് നമ്മൾ ഇന്നലെ എന്നായിരുന്നു നമ്പർ 1 ടീച്ചർ എന്ന് പറഞ്ഞൊരു ഇതില്ലേ, അതുണ്ടാക്കിയതിൻ്റെ ബാക്കി ക്ലേ കൊണ്ടാണ്. അതിൻ്റെ വീഡിയോ പതുക്കെ ഇടാം. അതെന്ത് ചെയ്തിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്തിരി ലെങ്തി അത്. ആദ്യം നമ്മൾ ഒരു സർക്കിൾ ചെയ്തിട്ട് അത് പതുക്കെ പ്രസ് ചെയ്യണം. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫസ്റ്റ് നിന്ന് പ്രസ് ചെയ്തു. വേറൊരു ഇത്തിരി ക്ലേ എടുത്തിട്ട് അതിങ്ങനെ സർക്കിൾ ചെയ്തിട്ട് അതും പ്രസ് ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടെ വലുതായിട്ട് കിട്ടുന്ന രീതിയിൽ പ്രസ് ചെയ്യണം. ഇനി നമ്മൾ വേറെ ഇത്തിരി പ്ലീസ് ക്ലേ എടുത്തിട്ട് അതും നന്നായിട്ട് സർക്കിൾ ചെയ്ത് അതും ഇതുപോലത്തെ ഒരു പാറ്റേൺ ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ മൂന്ന് ലെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ഇത്തിരി ക്ലേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലേ എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറയണം, ആ ബ്ലാക്ക് സ്പോട്ട്സ് എന്ത് ചെയ്താലും കാണരുത്. കണ്ടാൽ പിന്നെ ഒരു 2-3 ഡേയ്സ് എടുക്കണം ഞാൻ. പിന്നെ അത് കണ്ടില്ലെങ്കിൽ ഒരു മാക്സിമം പോയൊരു 2-3 hours എടുക്കുള്ളൂ ട്രൈ ചെയ്യാൻ. 2-3 days വേണം, 2-3 hours വേണം, യുവർ ചോയ്സ്. പിന്നെ ഞാൻ എന്തോ സർക്കിൾ ചെയ്യാനാണ് നോക്കിയത്. കുറേ എന്തോ ചെയ്തിട്ടത് അങ്ങനെ സക്സസ് ആവണില്ല. ഞാൻ കുറേ ചെയ്തു, അത് ഇങ്ങോട്ടും ചെയ്തു അങ്ങോട്ടും ചെയ്തു. ഒരു പെർഫെക്റ്റ് സർക്കിൾ ഉണ്ടാക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. അതുകൊണ്ട് അവസാനം കിട്ടിയ സർക്കിളും കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇതിങ്ങനെ ചെറിയ സർക്കിൾസ് ഉണ്ടാക്കണം എന്നാണ്. അതുകൊണ്ട് ഞാൻ ആ സാധനം കൊണ്ട് ഞാൻ ചെറിയ കുറേ സർക്കിൾസ് ഉണ്ടാക്കി. ഇതിങ്ങനെ 3 ലെയറിൽ വെച്ചിട്ട് ആണ് ഈ സർക്കിൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. അത് പതുക്കെ കുറേ സർക്കിൾസ് മാക്സിമം പോയൊരു 1 2 3 4 5 6 7 8 മതി. പക്ഷെ ഞാനെന്തോ 12 or 13 ഉണ്ടാക്കി. അതൊക്കെ ഞാൻ എൻ്റെ സിസ്റ്ററിനെ കൊണ്ട് കൊടുക്കണേ. എൻ്റെ പിന്നെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അവൾക്ക് കൊണ്ട് കൊടുത്തോളൂ. അവളത് സന്തോഷപൂർവ്വം എടുക്കുകയും ചെയ്തോളൂ. സോ അവളെയും കൊണ്ട് അപ്പോൾ അവൾ അതും കൊണ്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യും. സോ ക്ലേ നഷ്ടപ്പെടില്ല. അതും കൊണ്ടും ഒരു ഉപയോഗമായില്ലേ. ഇനി ഇതൊക്കെ എടുത്ത് കുറേ സർക്കിൾ ഉണ്ടാക്കണം തന്നെ. ഞാനത് എന്തിനാ ഇത്രയും സർക്കിൾസ് ഉണ്ടാക്കിയെന്ന് എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി ഇനി കൊടുക്കട്ടെ. എനിക്ക് കൊണ്ട് കൊടുക്കണ്ടേ. അതുകൊണ്ട് അത് വെറുതെ കളഞ്ഞ് പെയിൻ്റ് അടിച്ചു. അതും പോയി, അതിൻ്റെ പൈസ പോയി. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാനാണ്. അത് പെട്ടെന്ന് ഉണങ്ങി. അത് ഞാൻ 24 hours വെച്ചു, എന്നിട്ട് അത് ഉണങ്ങി. അതുകൊണ്ട് ഞാൻ ഓരോ ലെയറിനും ഓരോ കളറായിട്ട് കൊടുത്തു. മറ്റേ ലൈക്ക് ഒരു നല്ല ക്യാൻഡി ഷെയ്ഡായിട്ടുണ്ട്. ഇനി ഞാൻ പണ്ടെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചൊരു ഫ്ലവർ അത് ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനും ഇങ്ങനെ കുറേ പെയിൻറ്റ് കൊടുത്ത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഹോട്ട് ഗ്ലൂ വെച്ച് ഇതൊക്കെ ഒട്ടിച്ചു. പിന്നെ ഞാൻ ഇത്തിരി പെയിൻറ്റ് പോർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ആ ബോൾസില്ലേ, ആ ബോൾസ് ഞാൻ പെയിൻറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിത് ഓരോന്നായിട്ട് ഒട്ടിച്ചു. ഇത്തിരി പാടായിരുന്നു, കാരണം ഡ്രൈ ചെയ്തില്ലായിരുന്നു. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. പിന്നെ ഒരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി വെച്ചു. താങ്ക് യു.